നമ്മോടൊപ്പം ഒരു പ്രധാനപ്പെട്ട അതിഥി ചേരുകയാണ്. അസ്നിയ ആഷ്മിൻ. അസ്നിയ ജൂനിയർ ആർട്ടിസ്റ്റാണ്. സിനിമാ രംഗത്ത് എപ്പോഴും സിനിമയോട് വല്ലാത്ത പാഷനുള്ള ആളാണ്. സജീവമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് എന്ന് മനസ്സിലാകുന്നു. അസ്നിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അസ്നിയയുടെ ഒരു ദീർഘമായ ഒരു FB പോസ്റ്റ്, അത് ഓഗസ്റ്റ് 20 വന്നൊരു പോസ്റ്റ് കണ്ടാണ് ഞങ്ങൾ അസ്നിയയെ ശ്രദ്ധിക്കുന്നതും അസ്നിയയിലേക്ക് എത്തിയതുമൊക്കെ. എന്തായിരുന്നു ആ പോസ്റ്റിന് പിന്നിലുണ്ടായ ഒരു ചേതോവികാരം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പോയത്? നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് സിനിമയോട് എന്താ പറയാ ഒരു വല്ലാത്തൊരു അഭികാമ്യൊന്നും ആദ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും അഭിനയ രംഗത്തേക്ക് വരണം എന്ന് ഇനീഷ്യലി ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയൊന്നും അല്ല. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് സിനിമയിലേക്ക്, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇനീഷ്യലി എത്തപ്പെട്ടത്. അപ്പം ആ സമയത്ത് ഉണ്ടായിട്ടുള്ള എന്റെ ചില അനുഭവങ്ങളാണ് ഞാൻ FB പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ഇത്തരത്തിലുള്ള, അപ്പൊ ഞാൻ റിപ്പോർട്ട് വായിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ കടന്നുപോയിട്ടുള്ള, അതായത് എന്റെ കൂടെയുള്ള ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റു ജൂനിയർ ആർട്ടിസ്റ്റുകളും കൂടെ കടന്നുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഏറെക്കുറെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ ആണ് ഞാൻ ആ പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണോ സിനിമ എന്ന് പലപ്പോഴും ചോദിച്ചു പോകും. കാരണം നിങ്ങളൊക്കെ ഈ എല്ലാ രംഗത്തും വനിതകൾ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇത്ര അരക്ഷിതമായ ഒരു അവസ്ഥയിൽ ഒരു തൊഴിൽ രംഗത്ത് പണിയെടുക്കുക എന്ന് പറയുന്നത്, കാരണം വസ്ത്രം മാറാൻ പോലുമുള്ള സാഹചര്യം ഇല്ല എന്ന് താങ്കൾക്കൊപ്പമുള്ള ഒരു കോ ആർട്ടിസ്റ്റ് പറയുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി മെച്ചമാണ്, പല സ്ഥലത്തും തുണി മറച്ചാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാത്തവരാണോ നമ്മുടെ ഈ വലിയ മേനി കാട്ടുന്ന സിനിമാക്കാർ? ഞാനും എന്താ പറയാ, എനിക്ക് സിനിമ ഒരു ഏലിയൻ അനുഭവമായിരുന്നു ഇനീഷ്യലി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വളരെയധികം വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇനീഷ്യലി നമ്മൾക്ക് ഈ വസ്ത്രം മാറാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ, ഇതിന്റെ ഒരു വിഷയം എന്താണെന്നറിയോ, നമ്മൾക്ക് ഇത് വളരെ കോമൺ ആണ്, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ് എന്ന് നമ്മളുടെ സിനിമ നിശ്ചയിക്കുന്നിടത്തും അതുപോലെ തന്നെ നമ്മൾ അതുമായിട്ട് കോപ്പ് ചെയ്ത് പോകുന്നിടത്തും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒരു അതോറിറ്റി സ്ലേവ് സിസ്റ്റം ഉണ്ടല്ലോ, അത് ഒരു ഫോളോ ചെയ്യുന്നത് പോലത്തെ ഒരു പാറ്റേൺ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ആളുകൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കുറെ കൂടെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ, അതായത് ഇപ്പൊ ഞങ്ങളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഒരു 20-30 ഇൻ ബിറ്റ്വീൻ ഒക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ പ്രോജക്റ്റുകളിൽ വരുമ്പോൾ ഇവർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ ഞങ്ങളോട് പറഞ്ഞത് എന്താണോ അതേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു പ്രതിസന്ധിയായിട്ട് അവർക്ക് മാറുന്നുണ്ട്. ആർക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്. കാരണം അവരുടെ ഒരു കാര്യത്തിൽ എപ്പോഴും അവരുടെ ജോലി ഈസി ചെയ്യാന്നുള്ളൊരു പ്രോസസ് ഉണ്ടല്ലോ. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞാൻ പോസ്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ രാവിലെ 4 മണി 5 മണിയൊക്കെ നമ്മള് പിന്നെ എണീറ്റ് വരിക. എന്നിട്ട് ചിലപ്പോൾ നമ്മളുടെ ഷൂട്ട് ഒരു വൈകുന്നേരമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം. കൃത്യമായിട്ട് ആ സമയത്തിനനുസരിച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും ലൊക്കേഷനിൽ എത്തുക. നമ്മളൊരു 6 മണി 7 മണി ആകുമ്പോൾ ലൊക്കേഷനിൽ 6 മണിക്ക് എത്തണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അതുപോലെ തന്നെ എത്തിയിട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ മോശമായിട്ട് നമ്മളടുത്ത് സംസാരിക്കുക, ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുക. അതായത് ഇത് പുരുഷന്മാർക്കും ഇത് നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം സിനിമയുടെ ഒരു വലിയ ഇവർക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് പറയുമ്പോൾ, ഇങ്ങനെ നമ്മളടുത്ത് ബിഹേവ് ചെയ്യാനും ഈ ഒരു ധാർഷ്ട്യം കാണിക്കാനും ഉള്ള ഒരു എവിടെ നിന്നാണ് റൈറ്റ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, സിനിമ എപ്പോഴും ഒരു പാഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖല കൂടെയാണല്ലോ. അപ്പൊ നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഈവൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ദിവസം 600 രൂപയ്ക്കും 700 രൂപയ്ക്കും 1000 രൂപയ്ക്കൊക്കെ നമ്മൾ പണിയെടുക്കുന്നത് ഇവര് തരുന്നൊരു ഔദാര്യമാണ്. കാരണം അത് നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകത്തേക്ക് നിങ്ങളെ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുകയാണല്ലോ. അപ്പം ഇത് ഇവിടെ ഓക്കെ ആണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പലപ്പോഴും കോർഡിനേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം ഞാൻ പോസ്റ്റിൽ പറഞ്ഞതുപോലെ 6 മണിക്കും 7 മണിക്കും ഒക്കെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ഇനി ജീവിതം എന്ന് പറയാല്ലേ. തീർച്ചയായും എല്ലാ രീതിയിലും. അസ്നിയ ജോലി ചെയ്ത് ഒരു അന്യഭാഷാ ചിത്രത്തിലാണല്ലേ യാഷ്രാജ് പ്രൊഡക്ഷന്റെ.
അതെ അതെ ചില നടിമാര് നമ്മളോട് സംസാരിച്ചപ്പോ ചില നടിമാര് പറഞ്ഞത് നമ്മുടെ മലയാളത്തിലാണ് കുറച്ചുകൂടി വിവേചനം എന്നാണ്, ഈ ഹിന്ദിയിലും തമിഴിലും കുറച്ചുകൂടി മാന്യത കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇല്ലേ സിനിമാ രംഗത്ത്? ഇതില് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് പ്രവർത്തിക്കുന്ന സമയത്ത് ഇനീഷ്യലി മുംബൈയിൽ ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. വളരെ നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സെപ്പറേറ്റ് മുറിയും അതുപോലെ തന്നെ ഷോട്ടിന്റെ സമയത്ത് മാത്രം വന്ന് വിളിക്കുകയും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ കണ്ടിന്യൂ ആയിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം അത്തരത്തിലുള്ള റെസ്പെക്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ. അപ്പം അതുകൂടെ കണക്കിലെടുത്താണ് ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾക്ക് കോൺട്രാക്ടോ അഗ്രിമെന്റോ ഒന്നും ഇല്ലാതെയാണല്ലോ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലോട്ട് വന്ന് കേരളത്തിലെ ലൈൻ പ്രൊഡക്ഷനുമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടാണല്ലോ സാധാരണ ഇത്തരം, അതായത് ഞാൻ ഉണ്ടായിരുന്ന വെബ് സീരീസ് കേരളത്തിലോട്ട് ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ലൊക്കേഷൻസ് ഒക്കെ കേരളത്തിലോട്ടായിരുന്നു. അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ലൈൻ പ്രൊഡക്ഷനായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന മാറ്റം തന്നെയായിരുന്നു. കാരണം പിന്നെയാണ് ഈ ആടിനെയും മാടിനെയൊക്കെ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ കോർഡിനേറ്ററുടെ കൂടെ ഒരു സബ് കോർഡിനേറ്റർ ഉണ്ടാവും. നമ്മള് ഇതുപോലെ എന്താ പറയാ, ശരിക്കും ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആടിനെയും മാടിനെയൊക്കെ തെളിക്കുന്ന പോലെ നമ്മൾ തെളിച്ചുകൊണ്ട് പോകും. ചിലരടുത്ത് കയർക്കും. പിന്നെ പെട്ടെന്ന് ഒരാളെ ഇപ്പം ക്രൗഡിൽ നമ്മൾക്ക് ഇത് മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ മെയിൻ ആക്ടേഴ്സ് വരുന്നതിനനുസരിച്ച് ജൂനിയേഴ്സിനെ നമ്മൾ ക്യാപ്സ്യൂൾസ് പോലെ ഇട്ട് കൊടുക്കാണല്ലോ ചെയ്യുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജൂനിയേഴ്സ് ഇവിടെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അവരെ തൊട്ടപ്പുറത്ത് മാറിയിട്ട് ആ വെയിലത്ത് തന്നെ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിക്കും. ഇത് ഈ കോർഡിനേറ്റേഴ്സിന്റെ ജോലി ഈസി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ആ നിൽക്കുന്നത് വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് പ്രായമായ സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. പലരുടെയും അവസ്ഥ, കാരണം ചിലർക്കൊക്കെ സിനിമ പാഷനായിട്ട് ഒക്കെ വന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം പ്രത്യേകിച്ച് മറുത്തൊരു അഭിപ്രായ വ്യത്യാസം പറയാൻ ഇവരൊന്നും വില്ലിങ് ആവില്ല. കാരണം നാളെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാല് ഒരു പക്ഷെ ഇവർ വിളിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാവും. അതെ അതെ അതെ. അസ്നി, അതുപോലെ ഈ ഒരു ക്യാരക്ടർ, അതായത് പറഞ്ഞിരുന്ന റോൾ അല്ലാണ്ട് റോള് പറ്റിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു ഇത് ആരോപണം പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു? അതെ, നമ്മൾക്ക് ഒരു ദിവസം ഓഫ് ഉണ്ടായിരുന്നു. അപ്പം ഓഫ് ഉണ്ടായിരുന്ന ദിവസം, അതായത് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഷൂട്ട് ഇല്ല എന്നുള്ള അത് ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഈ ദിവസം ഷൂട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങളോട് പെട്ടെന്ന് തിരിച്ചു വരുന്ന വഴിയില് നാളെ നിങ്ങൾക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറയുന്നു. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പിറ്റേന്ന് നമ്മൾ ഷൂട്ടിലേക്ക് പോകുമ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് തന്നു. ഞങ്ങളുടെ ക്യാരക്ടറിന് പ്രത്യേകമായ ഒരു കോസ്റ്റ്യൂം ഉണ്ട്. അപ്പം അതല്ലാത്ത കോസ്റ്റ്യൂം തന്ന സമയത്ത് ഞങ്ങള് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു 5 പേരോളം ഈ റോള് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവർ ചോദിച്ചു, ഞങ്ങള് ഈ കോസ്റ്റ്യൂം അല്ലല്ലോ, ഞങ്ങളുടെ കോസ്റ്റ്യൂം മാറിയിട്ടുണ്ടോ, ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം അത് അവർ കോർഡിനേറ്ററോട് സംസാരിച്ചപ്പം കോർഡിനേറ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏതാണോ കോസ്റ്റ്യൂം തരുന്നത് അത് ഇട്ടുകൊള്ളുക, അതാണ് നിങ്ങളെ ജോലി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ ക്യാരക്ടർ ചെയ്യാനാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്, അപ്പൊ ഞങ്ങൾക്ക് ആ കോസ്റ്റ്യൂം അല്ല തരണ്ടേ. അപ്പം പിന്നീട് അയാളൊന്ന് പോയി കുറച്ച് സമയം കഴിഞ്ഞ് വന്നതിന് ശേഷം അസോസിയേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നൊരു ആൾമാറാട്ടമാണ് നടത്തുന്നത്, നിങ്ങളെ ക്യാരക്ടർ തന്നെ, പക്ഷെ മറ്റൊരു എന്താ പറയാ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ആൾമാറാട്ടം ചെയ്യുകയാണ്, അപ്പം അതിന്റെ കോസ്റ്റ്യൂം ആണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് കൂറ് കാണിക്കുമല്ലോ. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിട്ട് പിന്നെ പോവുകയും, എന്നാൽ ക്യാമറയുടെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ ഫേസ് കാണിക്കരുത് എന്നുള്ളൊരു അവിടെ നിന്ന് ഞങ്ങളോട് അത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം മറ്റ് അസിസ്റ്റൻസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ മുഖം കാണിക്കാതെ ഞങ്ങളുടെ റോള് കൃത്യമായിട്ട് ചെയ്തു. എന്ത് ആക്ഷൻ ആണോ അവർ പറഞ്ഞത് അത് ചെയ്തു. അത് രാവിലെ മുതൽ ഏകദേശം ഒരു 2 മണിവരെ പോയൊരു ഷൂട്ടായിരുന്നു. ഏകദേശം ഞങ്ങൾക്ക് കോടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാനൊരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടും ഈ ഒരു വിഷയം മെൻഷൻ ചെയ്തിട്ടല്ല എങ്കിൽ കൂടെ അതിൽ ഞാൻ ആടുജീവിതം എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നജീബിന്റെ അവസ്ഥയൊക്കെ ഞാൻ ശരിക്കും അവിടെ നിന്ന് ആലോചിച്ചു പോയി. കാരണം എങ്ങനെയായിരിക്കും ഒരു വ്യക്തി പൊള്ളിയിട്ട് മരുഭൂമിയിൽ നിന്നിട്ടുണ്ടാവുക. കാരണം ഒരു 2-3 മണിക്കൂർ എനിക്ക് കണ്ടിന്യൂസ് നിന്ന സമയത്ത് എനിക്ക് കാലിന്റെ തൊലി അടക്കം പൊള്ളിപ്പോയിണ്ടായിരുന്നു. അപ്പം കാരണം ചെരുപ്പും ഉണ്ടായിരുന്നല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് പിന്നീട് ചോദ്യം ചെയ്ത സമയത്തും പിന്നീട് കൂടെ വർക്ക് ചെയ്ത ആളുകൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്നാണ് അവര് ഇത് പറഞ്ഞത്, ഇത് നമ്മളിപ്പോ ചെയ്തത് നമ്മളെ റോളല്ല
നമ്മൾ ചെയ്തത് മറ്റു ജൂനിയേഴ്സിന് അവിടെ അലോട്ട് ചെയ്ത് ഇന്ന് വരുത്തേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ഓഫിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ചെയ്താൽ എന്താ എന്നുള്ള അവരുടെ ഡെസിഷൻ ആണ്. അപ്പം ഇത് അറിയേണ്ട ഒരു ബേസിക് റൈറ്റ് ഞങ്ങൾക്കില്ലേ, ഇത് പറയേണ്ടതായിട്ടുള്ള ബാധ്യതയില്ലേ? ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്തെല്ലാം കോർഡിനേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് അസിസ്റ്റന്റ് പറഞ്ഞത് എന്താണോ അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഒപ്പമാണ് ഈ അസ്നിയ ഈ സംസാരങ്ങളും അല്ലെ, നിങ്ങളെ ഒരുമാതിരി കൊള്ളിച്ചുള്ള സംസാരങ്ങൾ, പല ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സംസാരങ്ങൾ, നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യില്ല എന്നുള്ള കൊള്ളിച്ചുള്ള വർത്തമാനങ്ങൾ. പിന്നെ അതുപോലെ തുടക്കത്തില് നിങ്ങളൊക്കെ ഇത്തരത്തില് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് സിനിമ. ഇങ്ങനെ നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒക്കെ തന്നെ നമുക്ക് സിനിമയിൽ നല്ലൊരു ഭാവി ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ലഭിക്കുക എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പേഴ്സണലി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പല സമയത്തും നമ്മൾ വോയിസ് റേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഞങ്ങൾ ലക്ഷറി അല്ല ആവശ്യപ്പെടുന്നത്, നമ്മൾ കൊടയോ ചെയറോ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആരും തന്നെ വെയിലത്ത് മണിക്കൂറുകളോളം നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ചോദിക്കുന്നത് ഒരു ലക്ഷറി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറ്റ് വേറെ ആരെങ്കിലും ഒക്കെ കാസ്റ്റ് ചെയ്യുന്നതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോളൂ, മറ്റൊരാൾ എന്നാ കാസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഓക്കെ ഇതിവിടെ ചെലവാകുന്നില്ല, അല്ലെങ്കിൽ ഇതിവിടെ കാലങ്ങളായിട്ട് ചിലപ്പോൾ അവർ അങ്ങനത്തെ മെത്തേഡുകളായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ട്. ലൈംഗിക ആവശ്യങ്ങൾക്കായുള്ള സമീപനം ഉണ്ടല്ലേ ഈ യൂണിയൻ ആർട്ടിസ്റ്റുകളാണ് പലപ്പോഴും ഇത്തരക്കാരുടെ കൺട്രോളർമാരുടെ ഒക്കെ ഇത്തരം ആർത്തികൾക്ക് ഇരയാകുന്നത് എന്നും പലരും പങ്കുവെക്കുന്നുണ്ടായിരുന്ന കാര്യങ്ങൾ. അതെ അതെ തീർച്ചയായും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ആകപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. കാരണം ഇപ്പൊ മലയാളത്തിൽ ഒരു സെറ്റില് എനിക്ക് അന്ന് ഷൂട്ട് ഉണ്ടായില്ല. ഒരു മൂവി സെറ്റിൽ ഞാൻ പോയ സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ അവിടെ നമ്മൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചേരില്ല, മഴ പെയ്തു, അപ്പൊ പോലും എന്താ പറയാ നിങ്ങളൊന്ന് മാറി നിന്നോ എന്ന് പോലും, എങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയാൻ പോലും ആളുകൾ ഉണ്ടായിട്ടില്ല. കാരണം അത്രയധികം ചൂഷണത്തിന് അവര് വിധേയമാകപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ദിവസം ഒരു സോഫയിൽ ഇരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയാ ലൊക്കേഷനില് ഉള്ളിലൊരു രണ്ട് സോഫ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സോഫയിൽ ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്, അതായത് സപ്പോർട്ടിംഗ് റോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു സോഫ ഒഴിഞ്ഞു കിടന്നത് കണ്ടപ്പോൾ കുറെ സമയമായിട്ട് നിന്നോണ്ടിരുന്ന ഞാനും എന്റെ കൂടെയുള്ള കുറച്ച് എന്നെ പോലെ വന്നിട്ടുള്ള മറ്റ് ജൂനിയേഴ്സും അവിടെ ഇരുന്നു. ഇത് ഇരുന്നൊരു 4-5 സെക്കൻഡ്സ് ആവുന്നില്ല, അപ്പത്തേക്ക് അവിടെ ഇരിക്കുന്ന ഒരു ക്രൂവിലുള്ള ഒരാൾ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം ഇതിനു വേണ്ടി മാത്രം റെന്റിന് എടുത്തേക്കണ വസ്തുക്കളാണ്, അത് ബ്രേക്ക് ആയി പോവും, എണീക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തൊട്ട് മുമ്പില് ഇതുപോലെ തന്നെ 2 സോഫയിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത് വിവേചനമല്ലേ? അത് വളരെ വ്യക്തമായ വിവേചനമല്ലേ? ഇത് തന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നത്. ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകളോട് ഫേവർ ചോദിക്കുന്നതിനും ഇത് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇതിനുശേഷമുള്ള ഈ അസ്നിയ പലപ്പോഴും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന നേരിട്ടും ഒരുപക്ഷെ അസ്നിയ ഈ വിഷയങ്ങളോട് ഇങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള അസ്നിയുടെ ഒരു ഭാവി എന്താണ് സിനിമയിൽ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനീഷ്യലി ഈ 2 പ്രോജക്ട് ചെയ്ത സമയത്താണ് എനിക്ക് ചെയ്താൽ കൊള്ളാം, സിനിമയിലേക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു മാസ്മരികത എന്നെ വന്ന് മൂടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലിൽ നിന്ന സിനിമ എനിക്ക് വേണം, ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇതുപോലെ 2-3 സിനിമ അവസരങ്ങൾ വരികയും അതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവശ്യങ്ങൾ ഉണ്ട് എന്നറിയുകയും അത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടെയുണ്ട് കേട്ടോ. അതായത് ഇത് മാന്യമായിട്ട് ചോദിക്കുകയാണ് എന്നുള്ള ഒരു ലേബൽ, അതായത് ഇതിലെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മളെ അടുത്ത് ഒരാൾ സെക്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതും ഇത്തരത്തിലൊരു തൊഴിൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇതിന് വില്ലിങ് ആവണം എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം പലർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അത് മാന്യതയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തേക്കണം എന്ന് പറയുന്നത്
അതിലൊരു വ്യത്യാസമില്ലേ, ആ വ്യത്യാസം മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം. എനിക്കത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആവശ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ചിന്തിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോശമായ കാര്യമാണ് ഈ രീതിയിലൊന്നും അല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എനിവേ, അപ്പം അങ്ങനെ നോ പറയേണ്ട സിറ്റുവേഷൻ തുടരെ ഉണ്ടായതിനു ശേഷം ഞാൻ തൽക്കാലം മതിയാക്കാം എന്നുള്ളൊരു സിനിമയിൽ അഭിനയിക്കുന്നില്ല അല്ലേ? ഞാനിപ്പോ എനിക്ക് അത്തരത്തിലുള്ള അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് റോളുകൾ ഞാനിപ്പോ ചെയ്യുന്നില്ല. കാരണം ആ 2 വർക്കോടെ ഞാൻ ഇനി അത്തരത്തിലുള്ളൊരു എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചതാണ്. കാരണം പോലെ ബോൾഡായി തീരുമാനമെടുക്കാൻ പറ്റാത്തവരാണ്. കാരണം ഇതൊരു ചെന്ന് വീണ് പെട്ടുപോകുന്നതാണ്. ജീവിക്കാൻ വേറെ മാർഗം കാണില്ല. നേരത്തെ പറഞ്ഞ പോലെ സിനിമയോടുള്ള അമിതമായ പാഷൻ കാണും. അത് വെച്ചിട്ട് എങ്ങനെങ്കിലും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഇരകളാക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ, വനിതകളുമുണ്ട്. അത് നേരിട്ട് കണ്ട ആൾ കൂടിയാണ് അസ്ന. തീർച്ചയായും. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് തന്നെ, പുള്ളിക്കാരി വളരെയധികം പാഷനേറ്റ് ആണ്. അപ്പം ഈ അടുത്ത് എന്നോട് വിളിച്ച് സംസാരിച്ച സമയത്ത് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന, ഞാൻ ഈ പോസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം പുള്ളിക്കാരി വിളിച്ച് സംസാരിച്ചപ്പോ ഈയിടെ തന്നെ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് പുള്ളിക്കാരത്തേക്ക് പോകേണ്ടി വന്നു, ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലേക്കും എത്തിയിട്ടില്ല. മാറ്റങ്ങൾ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇപ്പം പല സെറ്റുകളിലും പഴയതുപോലെയല്ല, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, അതുപോലെ വസ്ത്രം മാറാനൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും അത് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മള് എല്ലാ കാര്യത്തിലും ഉണ്ട് ഈ ഇൻഹ്യൂമൻ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ. സിനിമയുടെ പല സെക്ടറിലും ഇത് മുഴച്ചു തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മള് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എന്നതിൽ കൂടുതൽ സിനിമയിലെ പല സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും ഇതുണ്ടെന്നുള്ളത് തന്നെയാണ്. അവരും ഇതിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അസ്നിയ അഷ്മിൻ എന്ന ധീരയായ ഒരു വനിത, അവർക്ക് പ്രതികരിക്കാനുള്ള അവസരം ലഭിച്ചു. അവരത് പ്രതികരിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ എല്ലാവർക്കും അത്തരത്തിലുള്ള അവസരമില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സിനിമയോട് വല്ലാത്ത പാഷനായി വന്ന് അവിടെ ഈയാമ്പാറ്റകളെ പോലെ എരിഞ്ഞടങ്ങുന്ന ഒരുപാട് ജന്മങ്ങൾ. അതുപോലെ അസ്നിയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2023 അസ്നിയ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് വളരെ റീസെന്റ് ആയിട്ട്. അപ്പോൾ ഇത് എത്രയോ കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും അതുപോലെ എത്രയോ പേര് ഇതുപോലെ തുറന്നു പറയാൻ മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അസ്നിയ ചെയ്തത് തീർച്ചയായും ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ഈ അപ്രീസിയേഷൻ എന്നുള്ളതിനൊക്കെ കൂടുതൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പലർക്കും ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവാറില്ല അസ്നി. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അസ്നിയുടെ പോസ്റ്റിന് താഴെ കമന്റ്സും അങ്ങനെ തന്നെയാണ് വരുന്നത്. കാര്യം വേറെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർമാര് വല്ലാതെ സിനിമയിലെ നടന്മാരും, നമ്മൾ ഈ വലിയ ആളുകളായി കാണുന്ന നടന്മാരും അവരുടെയൊക്കെ ഭാഗത്തും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ ഇരയാക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അത് സത്യമുണ്ടോ? എങ്ങനെയാ ഒന്നുകൂടെ പറയാമോ? നടന്മാര്, വലിയ വലിയ നടന്മാര്, അവരെ പലരും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് താല്പര്യമുള്ളവരും അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അവരുടെ ഇടനിലക്കാരായും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരും മറ്റും ജോലി ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ടായിരിക്കാം. നമ്മൾ പുറത്തു വരുന്ന വിവരങ്ങളും അതുപോലെ തന്നെ ആളുകൾ ഇപ്പൊ പങ്കുവെക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പല സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ സാധ്യതകളുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായും. നന്ദി അസ്നിയ അഷ്മിൻ, ഞങ്ങൾക്കൊപ്പം ചേർന്ന് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും ഒരുപാട് കമന്റ്സ് ഈ നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ട്.